പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90+ മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. നേപ്പാളിൽ കുടുങ്ങിയ ഇന്ത്യക്കാർക്കായി സൗദി അറേബ്യയിലേക്ക് ചാർട്ടേഡ് വിമാനങ്ങൾ സർവീസ് തുടങ്ങി. നൂറുകണക്കിന് ഇന്ത്യക്കാർ ഇന്ന് സൗദിയിലേക്ക് പറന്നു. രാജ്യാന്തര വിമാന സർവീസുകൾ റദ്ദാക്കിയതാണ് ഇന്ത്യക്കാർ നേപ്പാളിൽ കുടുങ്ങാൻ കാരണം. സൗദിയിലേക്കുള്ള യാത്രാമധ്യേ നേപ്പാളിൽ കുടുങ്ങിയ ഇന്ത്യക്കാർക്ക് മാത്രമായി ഇന്നാണ് ചാർട്ടേഡ് വിമാനങ്ങൾ സർവീസ് ആരംഭിച്ചത്. ഇതോടെ ആയിരക്കണക്കിന് ഇന്ത്യക്കാരുടെ സൗദിയിലേക്കുള്ള യാത്രാ തടസ്സം നീങ്ങി. രാജ്യാന്തര വിമാന സർവീസുകൾ നേപ്പാൾ റദ്ദാക്കിയതിനെ തുടർന്ന് കാഠ്മണ്ഡുവിൽ കുടുങ്ങിയ നൂറുകണക്കിന് ഇന്ത്യക്കാർ ഇന്ന് സൗദിയിലേക്ക് പറന്നു. ഒരുപാട് 10-22 ദിവസത്തെ പ്രയാസങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ട് ഒരു സന്തോഷ വാർത്ത എന്ന് തന്നെ പറയാം. ഞങ്ങൾ ഇന്ന് ഹിമാലയൻ എയർലൈൻസിന്റെ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ സൗദിയിലേക്ക് യാത്ര തിരിക്കുകയാണ്. ആദ്യത്തെ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തതിൽ ഫസ്റ്റ് ബാച്ചാണ് ഞങ്ങൾ കിട്ടിയിരിക്കുന്നത്. നേപ്പാളിലെ ഇന്ത്യൻ എംബസിയുടെ അഭ്യർത്ഥന പ്രകാരമാണ് ഇന്ത്യക്കാർക്കായി ചാർട്ടേഡ് സർവീസുകൾ നടത്താൻ നേപ്പാൾ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അനുമതി നൽകിയത്. കാഠ്മണ്ഡുവിൽ നിന്ന് റിയാദിലേക്കും ജിദ്ദയിലേക്കും വിമാനം ചാർട്ടർ ചെയ്യാനാണ് അനുമതി. നേപ്പാൾ എയർലൈൻസ്, ഹിമാലയ എയർലൈൻസ് എന്നീ 2 വിമാന കമ്പനികളാണ് സർവീസ് നടത്തുന്നത്. ഈ മാസം 31 വരെയാണ് നേപ്പാൾ രാജ്യാന്തര വിമാന സർവീസുകൾക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് മറ്റേതെങ്കിലും രാജ്യത്ത് 14 ദിവസം താമസിച്ചതിന് ശേഷമേ സൗദിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കൂ. ഇതാണ് പലരും നേപ്പാൾ വഴി സൗദിയിലേക്ക് യാത്ര ചെയ്യാൻ കാരണം. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. വിമാനയാത്രയിൽ മറ്റുള്ളവർ ഉപയോഗിച്ച സാധനങ്ങൾ കൈപ്പറ്റുകയോ സ്വന്തം സാധനങ്ങൾ മറ്റുള്ളവർക്ക് നൽകുകയോ ചെയ്യരുതെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. കോവിഡ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായാണ് നിർദ്ദേശം. അതേസമയം സൗദി അറേബ്യ അംഗീകരിച്ച 4 വാക്സിൻ സ്വീകരിച്ചവരെ മാത്രമേ വാക്സിൻ എടുത്തവരെ കണക്കാക്കിയുള്ളൂവെന്നും മന്ത്രാലയം വ്യക്തമാക്കി. വിമാനയാത്രയിൽ മറ്റുള്ളവർ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. മറ്റുള്ളവർ ഉപയോഗിച്ച സാധനങ്ങൾ ഉപയോഗിക്കുന്നത് കോവിഡ് പടരാൻ സാധ്യത വർദ്ധിപ്പിക്കും. അതുകൊണ്ട് ഹാൻഡ് ബാഗേജിൽ തന്നെ സ്വന്തം ആവശ്യത്തിനുള്ള സാധനങ്ങൾ കരുതണം. സാനിറ്റൈസർ, മാസ്ക്, സ്നാക്സ്, ഒറ്റത്തവണ ഉപയോഗിക്കുന്ന ഭക്ഷ്യക്കിറ്റ്, ആവശ്യമെങ്കിൽ ചെറിയ തലയിണ, ബ്ലാങ്കറ്റ് എന്നിവ സ്വയം കരുതണം. സ്വന്തം ആവശ്യത്തിനുള്ള ഇത്തരം സാധനങ്ങൾ മറ്റുള്ളവർക്ക് നൽകാനും പാടില്ല. രാജ്യാന്തര വിമാന സർവീസുകൾ ഇന്നലെ പുനരാരംഭിച്ച പശ്ചാത്തലത്തിലാണ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. അതേസമയം സൗദിയിൽ 4 കോവിഡ് വാക്സിനുകൾക്ക് മാത്രമാണ് ഇതുവരെ അനുമതി നൽകിയിരിക്കുന്നതെന്നും ഈ വാക്സിനുകൾ സ്വീകരിച്ചവരെ മാത്രമേ വാക്സിൻ എടുത്തവരായി കണക്കാക്കുകയുള്ളൂ എന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഓക്സ്ഫോർഡ്, ആസ്ട്രാസെനക്ക, ഫൈസർ, മൊഡേണ, ജോൺസൺ ആൻഡ് ജോൺസൺ എന്നീ വാക്സിനുകൾക്ക് മാത്രമാണ് സൗദിയിൽ അംഗീകാരം നൽകിയിട്ടുള്ളത്. കൂടുതൽ വാക്സിനുകൾ പരിഗണനയിലാണെന്നും അംഗീകാരം നൽകിയാൽ അത് ഔദ്യോഗിക ചാനലുകൾ വഴി തന്നെ അറിയിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. സൗദി അറേബ്യയിൽ ഇന്ന് 1047 കോവിഡ് കേസുകളും 14 മരണവും റിപ്പോർട്ട് ചെയ്തു. 8078 പേരാണ് ഇപ്പോൾ സൗദിയിൽ ചികിത്സയിൽ കഴിയുന്നത്. 1047 കോവിഡ് കേസുകളും 847 രോഗമുക്തിയും 14 മരണവുമാണ് സൗദിയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. 4 ദിവസങ്ങൾക്ക് ശേഷം പ്രതിദിന കേസുകൾ 1000 കടന്നെങ്കിലും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറഞ്ഞു. 73,933 സാമ്പിളുകളാണ് 24 മണിക്കൂറിനിടെ പരിശോധിച്ചത്. 1.42% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. രാജ്യത്ത് ഇതുവരെ 4,33,027 കോവിഡ് കേസുകളും 4,19,761 രോഗമുക്തിയും 7,188 മരണവും റിപ്പോർട്ട് ചെയ്തു. 96.49% രോഗമുക്തി നിരക്ക്. 8,078 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഇതിൽ 1,384 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. റിയാദ് നഗരത്തിൽ 287, ജിദ്ദയിൽ 105, മക്കയിൽ 61, മദീനയിൽ 31, ദമാമിൽ 16 കോവിഡ് കേസുകൾ ഇന്ന് സ്ഥിരീകരിച്ചു. 1,18,69,813 ഡോസ് വാക്സിൻ സൗദിയിൽ ഇതുവരെ വിതരണം ചെയ്തു. 24 ജിദ്ദ. UAEയിൽ ഇന്ന് 1270 പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. കോവിഡ് ബാധിച്ച് 4 പേർ കൂടി മരിച്ചതോടെ ആകെ മരണം 1637 18,275 പേരാണ് UAEയിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. കോവിഡ് സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണത്തിലെ കുറവ് UAEയിൽ തുടരുകയാണ്. ഇന്ന് 1270 പേർക്ക് മാത്രമാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്. ചികിത്സയിലായിരുന്ന 1250 പേർ സുഖപ്പെടുകയും ചെയ്തതായി ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം അറിയിച്ചു.
4 പുതിയ കോവിഡ് മരണം കൂടി രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പുതുതായി നടത്തിയ 2,02,184 കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ കേസുകൾ കണ്ടെത്തിയത്. ഇതുവരെ 5,48,681 പേർക്ക് UAE-ൽ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരിൽ 5,28,769 പേർ സുഖം പ്രാപിക്കുകയും ചെയ്തു. ഇതുവരെ 1,637 കോവിഡ് മരണങ്ങളാണ് UAE-ൽ റിപ്പോർട്ട് ചെയ്തത്. നിലവിൽ 18,275 കോവിഡ് രോഗികൾ രാജ്യത്ത് ചികിത്സയിലുണ്ട്. 24 ദുബായ്. ഒമാനിൽ ഇന്ന് 796 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 13 മരണവും റിപ്പോർട്ട് ചെയ്തു. ഇന്ന് 812 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ രാജ്യത്ത് ആകെ വൈറസ് ബാധിച്ചവരുടെ എണ്ണം 2,07,109 കോവിഡ് ബാധിച്ച് ചികിത്സയിലുണ്ടായിരുന്ന 13 പേർ കൂടി മരിച്ചതായി ഒമാൻ ആരോഗ്യ മന്ത്രാലയം ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ രാജ്യത്തെ കോവിഡ് മരണസംഖ്യ 2,219 ഉയർന്നു. 1,91,539 പേരാണ് ഒമാനിൽ ഇതുവരെ കോവിഡ് മുക്തരായത്. 92.48% നിലവിൽ ഒമാനിലെ കോവിഡ് രോഗമുക്തി നിരക്ക്. 24 മണിക്കൂറിനിടെ 76 രോഗികൾ കൂടി ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഇതോടെ ഒമാനിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 693 ഇതിൽ 244 പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണെന്നും ഒമാൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. 24 ഒമാൻ. ഉംറ നിർവഹിക്കാൻ വാക്സിൻ സ്വീകരിക്കണമെന്ന വ്യവസ്ഥ തുടരുമെന്ന് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. റമദാനിൽ നടപ്പിലാക്കിയ നിബന്ധന വിജയകരമെന്ന് കണ്ടതുകൊണ്ടാണ് റമദാന് ശേഷവും തുടരുന്നത്. റമദാനിലാണ് ഉംറ നിർവഹിക്കാനും ഹറം പള്ളിയിൽ നിസ്കരിക്കാനും വാക്സിൻ എടുക്കൽ നിർബന്ധമാക്കിയത്. ഇനിയുള്ള ദിവസങ്ങളിലും ഈ നിബന്ധന തുടരുമെന്ന് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. കോവിഡ് വാക്സിന്റെ 2 ഡോസുകൾ എടുത്തവർക്കും 1 ഡോസ് എടുത്ത് 14 ദിവസം കഴിഞ്ഞവർക്കും കോവിഡ് ഭേദമായവർക്കും മാത്രമേ ഉംറക്കും ഹറം പള്ളിയിൽ നിസ്കരിക്കാനും ബുക്ക് ചെയ്യാനാകൂ. തവക്കൽന, യഅ്തമർന എന്നീ ആപ്പുകൾ വഴിയാണ് ബുക്ക് ചെയ്യേണ്ടത്. മാസത്തിൽ 1 ഉംറ നിർവഹിക്കാനാണ് ഇപ്പോൾ അനുമതി നൽകുന്നത്. ഇതിൽ മാറ്റം വരുത്താൻ സാധ്യതയുണ്ടെന്നും 15 ദിവസത്തിലൊരിക്കൽ ഉംറ നിർവഹിക്കാനുള്ള അനുമതി നൽകുമെന്നും മന്ത്രാലയം സൂചിപ്പിച്ചു. എന്നാൽ 1-ൽ കൂടുതൽ തവണ ഹറം പള്ളിയിൽ നിസ്കരിക്കാൻ അനുമതി നൽകും. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഹറം പള്ളിയിൽ ഒരുക്കിയിട്ടുണ്ട്. റമദാനിന് മുമ്പ് തീർത്ഥാടനത്തിന് വാക്സിനേഷൻ നിർബന്ധമായിരുന്നില്ല. കോവിഡ് ബാധിക്കാത്തവർക്കെല്ലാം അനുമതി നൽകിയിരുന്നു. ജലീൽ കണമകലം, 24 ജിദ്ദ. തുടർച്ചയായ 8ാം ദിവസവും ഗസയിൽ ഇസ്രയേൽ വ്യോമാക്രമണം ശക്തം. ആക്രമണത്തിൽ റോഡുകളും കെട്ടിടങ്ങളും തകർന്നു. ഖത്തർ റെഡ് ക്രസന്റ് ഓഫീസിന് നേരെയും ആക്രമണമുണ്ടായി. ഗസയിലെ പ്രധാന ആശുപത്രിയായ അൽ ഷിഫയിലേക്കുള്ള റോഡുകൾ ബോംബിംഗിൽ നശിച്ചു. ആക്രമണത്തിന്റെ പുതിയ മുഖം തുറന്ന് ലെബനനിലും ഇസ്രയേൽ ഇന്ന് വ്യോമാക്രമണം നടത്തി. ലെബനൻ അതിർത്തിയിൽ നിന്ന് ഇസ്രായേലിന് നേരെ റോക്കറ്റ് ആക്രമണം ഉണ്ടായിരുന്നു. ഹമാസ് ഇസ്രായേലിനെതിരെ നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. തായ്ലാന്റ് സ്വദേശികളായ തൊഴിലാളികളാണ് കൊല്ലപ്പെട്ടത്. നിരവധി ഇസ്രായേലികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ച് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് പിന്തുണ പ്രഖ്യാപിച്ചു. അമേരിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്നുള്ള സമ്മർദ്ദം മൂലമാണ് ജോ ബൈഡൻ നിലപാടിൽ മാറ്റം വരുത്തിയതെന്നാണ് വിലയിരുത്തൽ. സൗദി അറേബ്യയിൽ ലഭ്യമായ കോവിഡ് ഇൻഷുറൻസ് പോളിസി റദ്ദാക്കാനും മാറ്റം വരുത്താനും പോളിസി കാലാവധി നീട്ടാനും സാധിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. വിദേശയാത്രക്കിടയിൽ കോവിഡ് ബാധിച്ചാൽ മതിയായ ചികിത്സ ഉറപ്പുവരുത്തുന്നതാണ് ഇൻഷുറൻസ് പോളിസി. വിദേശ രാജ്യങ്ങളിൽ കോവിഡ് ചികിത്സ ഉറപ്പുവരുത്തുന്ന ഇൻഷുറൻസ് പോളിസി റദ്ദാക്കാനും ഭേദഗതി വരുത്താനും സാധിക്കുമെന്ന് സൗദിയിലെ തൗനിയ ഇൻഷുറൻസ് കമ്പനി അറിയിച്ചു. പോളിസി എടുത്ത് യാത്ര ചെയ്യാത്തവർക്ക് പോളിസി റദ്ദാക്കി പ്രീമിയം തിരിച്ചു വാങ്ങാം. ഇതിനായി പോളിസിയിലുള്ള ടെലിഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന 18 വയസ്സിന് താഴെ പ്രായമുള്ള സ്വദേശികളായ കുട്ടികൾക്കും വിസിറ്റ് വിസയിലും ഉംറ വിസയിലും സൗദിയിലെത്തുന്ന വിദേശികൾക്കും കോവിഡ് ഇൻഷുറൻസ് നിർബന്ധമാണ്. യാത്ര ചെയ്യുന്ന തീയതിയും മാറ്റം വരുത്താൻ സാധിക്കും. 1 മാസത്തെ കാലാവധിയുള്ള ഇൻഷുറൻസിന് 375 റിയാലാണ് ഈടാക്കുന്നത്. ഇത് 2 തവണ, അതായത് 90 ദിവസം വരെ നീട്ടാൻ സാധിക്കും. കാലാവധിക്കുള്ളിൽ 1-ൽ കൂടുതൽ തവണ യാത്ര ചെയ്താലും പോളിസി പ്രകാരം ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. കോവിഡ് ചികിത്സയ്ക്ക് 6,50,000 റിയാൽ, ക്വാറന്റൈൻ ചെലവിലേക്ക് ദിവസം 450 റിയാൽ, യാത്ര തടസ്സപ്പെട്ടാൽ 40,000 റിയാൽ, ലഗേജ് എത്താൻ വൈകിയാൽ 2,000 റിയാൽ, യാത്ര 6 മണിക്കൂറിലധികം വൈകിയാൽ 2,000 റിയാൽ. ഇതൊക്കെയാണ് ഇൻഷുറൻസ് പോളിസി എടുത്ത യാത്രക്കാർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ. 24 ജിദ്ദ. ഇന്ത്യയിൽ കോവിഡ് ബാധിച്ച സൗദി കുടുംബത്തെ പ്രത്യേക വിമാനത്തിൽ സൗദിയിൽ എത്തിച്ചു. സൗദി രാജാവിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇവരെ റിയാദിൽ എത്തിച്ചത്. സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ നിർദ്ദേശപ്രകാരമാണ് കോവിഡ് ബാധിതരായ സൗദി കുടുംബത്തെ ഇന്ത്യയിൽ നിന്നും സൗദിയിലെത്തിച്ചത്. സൗദി പ്രതിരോധ വകുപ്പിന്റെ എയർ ആംബുലൻസിലാണ് ഇവരെ സൗദിയിലെത്തിച്ചത്. ഇന്ത്യയിൽ നിന്നും 15 മണിക്കൂർ നീണ്ട യാത്രക്കൊടുവിൽ വിമാനം റിയാദിലെ കിങ് സൽമാൻ എയർബേസിൽ ഇറങ്ങി. തുടർ ചികിത്സയ്ക്കായി ഇവരെ റിയാദിലെ ആശുപത്രിയിലേക്ക് മാറ്റി. എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് ഇവരെ സൗദിയിലെത്തിച്ചതും ആശുപത്രിയിലേക്ക് മാറ്റിയതും.
ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രത്യേക വിമാനങ്ങളിൽ ഇങ്ങനെ 74 പേരെ സൗദിയിലെത്തിച്ചിട്ടുണ്ട്. ഇതിൽ കോവിഡ് ബാധിതരും അല്ലാത്തവരുമുണ്ട്. 24 ജിദ്ദ. ഡിജിറ്റൽ സർവീസ് നൽകുന്ന ഗവൺമെന്റുകളിൽ സൗദി അറേബ്യയ്ക്ക് ലോകത്ത് 5ാം സ്ഥാനം. അന്താരാഷ്ട്ര കൺസൾട്ടിംഗ് ഏജൻസിയായ ആക്സഞ്ചർ നടത്തിയ പഠനത്തിലാണ് സൗദി അറേബ്യയ്ക്ക് നേട്ടം. സർക്കാർ സേവനം നൽകുന്നതിൽ മികച്ച സംവിധാനങ്ങളാണ് രാജ്യത്തുള്ളത്. ഇതിനായി സ്ഥിരമായ നിക്ഷേപവും രാജ്യം നടത്തിയിട്ടുണ്ട്. ഡിജിറ്റൽ സേവനങ്ങൾക്ക് ഏറ്റവും മികച്ച പ്രവർത്തനക്ഷമതയുണ്ടെന്നും അന്താരാഷ്ട്ര കൺസൾട്ടിംഗ് ഏജൻസിയായ അക്സഞ്ചർ നടത്തിയ സർവേയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. 5000 പേരാണ് സർവേയിൽ പങ്കെടുത്തത്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഓൺലൈൻ പോർട്ടലായ അബ്ഷിറിൽ 280 സേവനങ്ങൾ ലഭ്യമാണ്. കഴിഞ്ഞ വർഷം 1.8 കോടി ഉപഭോക്താക്കളാണ് അബ്ഷിർ പോർട്ടലിന്റെ സേവനം പ്രയോജനപ്പെടുത്തിയത്. ഇത്തരത്തിൽ രാജ്യത്തെ മുഴുവൻ ഡിപ്പാർട്ട്മെന്റുകളും ഈ സേവനം നൽകുന്നുണ്ട്. മാത്രമല്ല, പൊതുജന താൽപര്യമുള്ള വിഷയങ്ങൾ സർക്കാർ ഏജൻസികൾ സാമൂഹിക മാധ്യമങ്ങൾ പ്രയോജനപ്പെടുത്തി ആശയവിനിമയവും നടത്തുന്നുണ്ട്. ഇതെല്ലാം പരിഗണിച്ചാണ് സൗദി അറേബ്യയ്ക്ക് ആഗോളതലത്തിൽ 5ാം സ്ഥാനം ലഭിച്ചത്. 24 റിയാദ്. കുവൈറ്റിൽ റെസ്റ്റോറന്റുകൾ, കോഫി ഷോപ്പുകൾ തുടങ്ങിയ ഭക്ഷണശാലകളിൽ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അനുമതി. വൈകിട്ട് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് അനുമതി നൽകിയത്. മെയ് 23 ഞായറാഴ്ച മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. ആരോഗ്യ മാർഗനിർദ്ദേശങ്ങളും സാമൂഹിക അകലവും പാലിക്കണമെന്ന നിബന്ധനയോടെയാണ് നിയന്ത്രണം ലഘൂകരിച്ചത്. രാജ്യത്ത് കോവിഡ് കേസുകൾ വർദ്ധിച്ചതിനെ തുടർന്ന് പ്രതിരോധ നടപടികളുടെ ഭാഗമായി ഭക്ഷണശാലകളിൽ ഇരുന്ന് കഴിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഹോം ഡെലിവറി, ടേക്ക് അവേ എന്നിവയ്ക്ക് മാത്രമായിരുന്നു അനുമതി ഉണ്ടായിരുന്നത്. നിലവിൽ കോവിഡ് കേസുകൾ കുറഞ്ഞ സാഹചര്യം കണക്കിലെടുത്താണ് പുതിയ തീരുമാനമെന്ന് അധികൃതർ അറിയിച്ചു. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ടൂറിസം എക്സിബിഷനായ അറേബ്യൻ ട്രാവൽ മാർക്കറ്റ് ദുബായിൽ പുരോഗമിക്കുന്നു. 62 രാജ്യങ്ങളിൽ നിന്ന് 1300 സ്ഥാപനങ്ങളാണ് ഇത്തവണ മേളയിൽ പങ്കെടുക്കുന്നത്. ട്രാവൽ ആൻഡ് ടൂറിസം രംഗത്തെ പുതിയ രീതികളെ അടുത്തറിയാൻ സഹായിക്കുന്ന മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ടൂറിസം എക്സിബിഷനായ അറേബ്യൻ ട്രാവൽ മാർക്കറ്റിന്റെ 28ാം പതിപ്പാണ് ദുബായിൽ പുരോഗമിക്കുന്നത്. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കുന്ന മേള ദുബായ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി സിഇഒയും എമിറേറ്റ്സ് ഗ്രൂപ്പ് സ്ഥാപകനും ദുബായ് വേൾഡ് ചെയർമാനുമായ ഷെയ്ഖ് അഹമ്മദ് ബിൻ സയ്യിദ് അൽ മക്തൂമാണ് ഉദ്ഘാടനം ചെയ്തത്. കോവിഡ് സാഹചര്യത്തിൽ ഇക്കുറി ആദ്യമായി ഹൈബ്രിഡ് രീതിയിലാണ് മേള നടക്കുന്നത്. 2023 ആകുമ്പോഴേക്കും ടൂറിസം മേഖലയുടെ പൂർണ്ണ തോതിലുള്ള തിരിച്ചുവരവ് സാധ്യമാകുമെന്ന് മേളയിൽ പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. ഒരേ സമയം 11,000 പേരെയാണ് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലെ മേള നടക്കുന്ന ഹാളിൽ പ്രവേശിപ്പിക്കുക. വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ, ടൂറിസം ഓപ്പറേറ്റർമാർ, സംരംഭകർ, സാങ്കേതിക വിദഗ്ധർ തുടങ്ങിയവർ പങ്കെടുക്കുന്ന മേള നാളെ സമാപിക്കുമെങ്കിലും 24, 25, 26 തീയതികളിൽ വെർച്വൽ പ്ലാറ്റ്ഫോമിലും മേള അരങ്ങേറും. 24 ദുബായ്. കുട്ടികളുടെ 12ാമത് വായനോത്സവത്തിന് നാളെ തുടക്കമാകും. ഷാർജ എക്സ്പോ സെന്ററിൽ കർശന കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും ഇത്തവണത്തെ മേളയെന്ന് ഷാർജ ബുക്ക് അതോറിറ്റി അറിയിച്ചു. നിങ്ങളുടെ ഭാവനയ്ക്ക് എന്ന പ്രമേയത്തിലാണ് ഇത്തവണത്തെ വായനോത്സവം നടക്കുക. UAE സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുടെ നിർദ്ദേശത്തിൽ അദ്ദേഹത്തിന്റെ പത്നിയും സുപ്രീം കൗൺസിൽ ഫോർ ഫാമിലി അഫയേഴ്സ് ചെയർപേഴ്സണുമായ ഷെയ്ഖ ജവഹർ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുടെ രക്ഷാകർതൃത്വത്തിൽ നടക്കുന്ന വായനോത്സവത്തിൽ 15 രാജ്യങ്ങളിൽ നിന്ന് പ്രസാധകരും എഴുത്തുകാരും സംബന്ധിക്കും. അതേസമയം ഇന്ത്യയിൽ നിന്ന് വിമാന സർവീസിന് വിലക്കുള്ളതിനാൽ എഴുത്തുകാരും പ്രസാധകരും എത്തില്ല. വായനോത്സവത്തോടനുബന്ധിച്ച് കലാശാസ്ത്ര വിദഗ്ധർ നയിക്കുന്ന ശില്പശാലകളും അരങ്ങേറും. കോവിഡ് പശ്ചാത്തലത്തിൽ കർശന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും പരിപാടി നടക്കുക എന്ന് ഷാർജ ബുക്ക് അതോറിറ്റി വ്യക്തമാക്കി. എല്ലാ ദിവസവും വൈകിട്ട് 4 മണി മുതൽ രാത്രി 10 മണി വരെയാണ് വായനോത്സവത്തിലേക്ക് പ്രവേശനം അനുവദിക്കുക. 24 ഷാർജ. മുൻ ബ്രസീലിയൻ ഫുട്ബോൾ താരം റൊണാൾഡീഞ്ഞോയ്ക്ക് UAE ഗോൾഡൻ വിസ അനുവദിച്ചു. 10 വർഷത്തെ വിസയാണ് അനുവദിച്ചത്. ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സിന്റെ ഓഫീസിലെത്തിയ താരത്തെ മേജർ ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറിയും ഉപമേധാവി മേജർ ജനറൽ ഉബൈദ് ബിൻ സറൂറും മറ്റുദ്യോഗസ്ഥരും ചേർന്ന് സ്വീകരിച്ചു. മേജർ ജനറൽ അൽ മറി 10 വർഷത്തെ ഗോൾഡൻ വിസ പതിച്ച പാസ്പോർട്ട് താരത്തിന് കൈമാറി. വേൾഡ് മലയാളി കൗൺസിൽ 25ാം വർഷം ആചരിക്കുന്നതിന്റെ ഭാഗമായി കെയർ ഫോർ കേരളയിലേക്ക് ഓക്സിജൻ സിലിണ്ടറുകൾ കൈമാറി. ദുബായിൽ നടന്ന ചടങ്ങിൽ UAE നോർക്ക റൂട്ട്സ് ഡയറക്ടർ OV മുസ്തഫ സിലിണ്ടറുകൾ ഏറ്റുവാങ്ങി. കേരളത്തിന്റെ കോവിഡ് പ്രതിസന്ധിയിൽ ആദ്യഘട്ട കൈത്താങ്ങുന്ന നിലയിലാണ് 25 ഓക്സിജൻ സിലിണ്ടറുകൾ കൈമാറുന്നതെന്നും ആംബുലൻസ് ഉൾപ്പെടെ നിരവധി ജീവൻ രക്ഷോപകരണങ്ങൾ സമാഹരിച്ച് നോർക്കയുമായി ചേർന്ന് കേരളത്തിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് സംഘടനയെന്നും വേൾഡ് മലയാളി കൗൺസിൽ അറിയിച്ചു. സൗദി അറേബ്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യയായ തബൂക്കിലെ പൗരാണിക കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ മലയാളികൾ ഉൾപ്പെടെയുള്ളവരുടെ പ്രവാഹം. തബൂക്ക് കോട്ട, മദീൻ ഷുഹൈബ് തുടങ്ങിയ കേന്ദ്രങ്ങളിലാണ് സന്ദർശകർ എത്തുന്നത്.
5000 വർഷം പഴക്കമുള്ള ചരിത്രവും പൗരാണിക കേന്ദ്രങ്ങളുമാണ് തബൂക്ക് പ്രവിശ്യയെ ശ്രദ്ധേയമാക്കുന്നത്. മാത്രമല്ല മിതശീത കാലാവസ്ഥയും സന്ദർശകരെ ആകർഷിക്കുന്ന ഘടകമാണ്. ഷുഹൈബ് നബിയുടെ നഗരം എന്നറിയപ്പെടുന്ന മദിയൻ ഷുഹൈബ് പ്രദേശത്ത് കുന്നുകളിൽ നിർമ്മിച്ച വാസസ്ഥലങ്ങളാണ് മുഖ്യ ആകർഷണം. കേരളത്തിൽ കോവിഡ് രൂക്ഷമായതോടെ പല മലയാളി കുടുംബങ്ങളും വാർഷികാവധി സൗദിയിൽ തന്നെ ചെലവഴിക്കുകയാണ്. അവരാണ് സന്ദർശകരിലേറെയും. നമ്മൾ ബുറൈദയിൽ നിന്ന് തബൂക്കിലേക്ക് വന്ന ആൾക്കാരാണ് പെരുന്നാളൊക്കെ ആഘോഷിക്കാൻ. കഴിഞ്ഞ കൊല്ലമായിട്ട് നമുക്ക് കൊറോണ എല്ലാം ആയതുകൊണ്ട് പെരുന്നാളെല്ലാം മിസ്സായതല്ലേ. അപ്പോൾ ഇപ്രാവശ്യമെങ്കിലും നമുക്കൊന്ന് എൻജോയ് ചെയ്യാന്ന് പറഞ്ഞിട്ട് വന്നതാണ് തബൂക്കിലേക്ക്. തബൂക്കിൽ ഒരുപാട് ആൻഷ്യൻ്റ് ആയിട്ട് കാണാനുള്ള കുറേ സംഭവങ്ങളുണ്ട്. അതായത് പണ്ടത്തെ റെയിൽവേ സ്റ്റേഷൻ, അതായത് പിന്നെ കോടതി, അതൊക്കെ കുറേ കാണാനുണ്ട്. പിന്നെ റസൂൽ മസ്ജിദ്, ഇതുപോലെ കുറേ ആൻഷ്യൻ്റ്, അതായത് കുറേ ചരിത്രപരമായ സ്ഥലങ്ങൾ ഒരുങ്ങിക്കെടുക്കുന്ന ഒരു സ്ഥലമാണ് തബൂക്ക്. AD 630 പ്രവാചകൻ സന്ദർശിച്ച തൗബ മസ്ജിദ്, BC 3500 നിർമ്മിച്ച തബൂക്ക് കോട്ട എന്നിവ സന്ദർശിക്കാൻ നിരവധി ആളുകളാണ് എത്തുന്നത്. തബൂക്ക് കോട്ട ടൂറിസം വകുപ്പ് ഏറ്റെടുത്ത മ്യൂസിയമാക്കി. ഇവിടെ പൗരാണിക ചരിത്രവും പൈതൃകവും വിളംബരം ചെയ്യുന്ന നിരവധി ശേഷിപ്പുകളാണ് സന്ദർശകരെ ആകർഷിക്കുന്നത്. 1920 സർവീസ് അവസാനിപ്പിച്ച ഡമാസ്കസ് മുതൽ മദീന വരെയുള്ള റെയിൽ ശൃംഖലയിൽ ഉൾപ്പെട്ട തബൂക്ക് റെയിൽവേ സ്റ്റേഷനും സന്ദർശകരെ ആകർഷിക്കുന്നുണ്ട്. ക്യാമറാമാൻ മിഥിലാജ് വലിയന്നൂരിനൊപ്പം നസ്രുദ്ദീൻ വിജയ്, 24 തബൂക്ക്. ബഹ്റൈനിലെ പ്രമുഖ സാംസ്കാരിക സംഘടന കേരള കാത്തലിക് അസോസിയേഷന്റെ ചിൽഡ്രൻസ് വിംഗ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുടെ ഇൻഡക്ഷൻ സെറിമണി സംഘടിപ്പിച്ചു. ചടങ്ങിന്റെ ഭാഗമായി കുട്ടികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ ശ്രദ്ധേയമായി. മാർവിൻ ഫ്രാൻസിസ് കൈതാരത്ത് പ്രസിഡന്റും I believe that it was a good start of KCA Children's Wing of the year 2021 to 22. Even though we are children, together we can accomplish great things. സർഗ സുധാകരൻ ജനറൽ സെക്രട്ടറിയും നാം എല്ലാവരും ഒത്തൊരുമിച്ച് ശ്രമിച്ചാൽ KCAയുടെ പ്രവർത്തികളിൽ ഒരു മുതൽക്കൂട്ടാകാൻ നമുക്ക് കഴിയും. ആൻ ആന്റണി റോഷ് വൈസ് പ്രസിഡന്റുമായ 12 അംഗ ചിൽഡ്രൻസ് വിംഗ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചടങ്ങിൽ ഭരണസാരഥ്യം ഏറ്റെടുത്തു. I thank all our well-wishers for supporting our KCA family even during this pandemic. കൂടാതെ ജോയിന്റ് സെക്രട്ടറിയായി സ്റ്റീവ് ബിജോയ്, എന്റർടൈൻമെന്റ് സെക്രട്ടറിയായി നിയാസ് സോണിക്, ഒപ്പം ആൻഡ്രിയ ജോഷി, കരോളിൻ ജോബി, ക്രിസ്റ്റീന മേരി ബാബു എന്നിവരെ ഇവന്റ് കോർഡിനേറ്റേഴ്സായും, ആര്യ അശോക്, ആതിര അശോക്, ജോയൽ ജോസ് ജെയ്സൺ, ധന്യ ജോസ് എന്നിവർ സ്റ്റേജ് മാനേജ്മെന്റ് കോർഡിനേറ്റേഴ്സായും ചുമതലയേറ്റെടുത്തു. ചിൽഡ്രൻസ് വിംഗ് മെന്റേഴ്സായി ജൂലിയറ്റ് തോമസ്, മാഗി വർഗീസ്, സ്മിത സുധാകരൻ, ഷീന ജോയ്സൺ, ശീതൽ ജിയോ എന്നിവരും ചുമതലയേറ്റു. ഹവാലി അവർ ലേഡി ഓഫ് വിസിറ്റേഷൻ ചർച്ച് ഇടവക വികാരി റവറൻ ഫാദർ സജി തോമസ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. നമ്മളുടെ കുട്ടികളുടെ കഴിവുകള്, ടാലന്റുകള് വളർത്തിയെടുക്കുവാനായിട്ട് വേദികൾ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും നമ്മൾ അതിന് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പരിപാടികളോടൊപ്പം കുട്ടികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും ദാണ്ഡിയ ആഘോഷങ്ങളോടനുബന്ധിച്ചുള്ള നൃത്ത കലാസന്ധിയും സംഘടിപ്പിച്ചു. KCA പ്രസിഡന്റ് റോയ്സി ആന്റണി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി വിനു ക്രിസ്റ്റി, ചിൽഡ്രൻസ് വിംഗ് കൺവീനർ ജിൻസൺ പുതുശ്ശേരി എന്നിവരും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും ചിൽഡ്രൻസ് വിംഗ് എക്സ്കോം അംഗങ്ങളും പങ്കെടുത്തു. പ്രവീൺ കൃഷ്ണ, 24 ബഹ്റൈൻ. അതിരൂക്ഷ കോവിഡ് വ്യാപനത്തിന്റെ പിടിയിലമർന്ന ഇന്ത്യയെ സഹായിക്കുന്നതിനായി ഈ മാസം 18 മുതൽ കുവൈറ്റ് ഡൊണേഷൻ ക്യാമ്പയിൻ ആരംഭിച്ചതായി സാമൂഹ്യകാര്യ മന്ത്രാലയത്തിലെ സാമൂഹ്യ വികസന അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഹാന അൽ ഹജ്രി അറിയിച്ചു. നിലവിൽ കുവൈറ്റ് ഇന്ത്യക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ആരോഗ്യ സുരക്ഷാ സാമഗ്രികൾക്ക് പുറമെയാണിത്. വിദേശകാര്യ മന്ത്രാലയവുമായി ഏകോപിപ്പിച്ചാണ് ക്യാമ്പയിൻ നടത്തുന്നതെന്നും അദ്ദേഹം അറിയിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിന്റെയും ഇന്ത്യൻ ജനതയോടുള്ള ഐക്യദാർഢ്യത്തിന്റെയും പ്രതീകമായാണ് ക്യാമ്പയിനെന്നും അദ്ദേഹം പറഞ്ഞു. സാരഥി കുവൈറ്റിന്റെ ആഭിമുഖ്യത്തിൽ അംഗങ്ങളുടെയും കുട്ടികളുടെയും സർഗവാസനകളെ പരിപോഷിപ്പിക്കുന്നതിനായി വർഷം തോറും നടത്താറുള്ള സർഗസംഗമം സമാപിച്ചു. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ പൂർണ്ണമായും ഓൺലൈൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഫെബ്രുവരി 28 മുതൽ ആരംഭിച്ച മത്സരത്തിൽ 60 ഇനങ്ങളിലായി 5 കാറ്റഗറികളിൽ കുവൈറ്റിലും ഇന്ത്യയിൽ നിന്നുമായി 1000-ഓളം സാരഥി അംഗങ്ങൾ പങ്കെടുത്തു. സർഗസംഗമം 2021 അവാർഡ് ദാന ചടങ്ങിന് സാരഥി പ്രസിഡന്റ് സജീവ് നാരായണൻ അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം കൺവീനർ അഭിലാഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രശസ്ത സിനിമാ നടൻ അനീഷ് രവി ഉദ്ഘാടനം നിർവഹിച്ചു. ഗൾഫ് ഫോക്കസ് തുടരുകയാണ്. മന്ത്രിസഭാ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ച് പിണറായി വിജയൻ ഗവർണർക്ക് കത്ത് നൽകി. AKG സെന്ററിൽ നടന്ന LDF നിയമസഭാ കക്ഷി യോഗത്തിൽ പിണറായി വിജയനെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് മുന്നണി നേതാക്കൾ ഒപ്പിട്ട കത്തുമായി പിണറായി വിജയൻ ഗവർണറെ കണ്ടത്. മറ്റന്നാൾ വൈകിട്ട് 3:30 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞ.
രണ്ടാം പിണറായി മന്ത്രിസഭയിൽ കെ ശൈലജയെ ഉൾപ്പെടെ ഒഴിവാക്കി പുതുനിരയുമായി CPIM. MV ഗോവിന്ദനും K രാധാകൃഷ്ണനും KN ബാലഗോപാലും P രാജുവും ഉൾപ്പെടെ 12 മന്ത്രിമാരെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. MP രാജേഷാണ് സ്പീക്കർ സ്ഥാനാർത്ഥി. പാർട്ടി വിപ്പ് സ്ഥാനം കെ ശൈലജയ്ക്ക് നീക്കിവെച്ചു. വകുപ്പുകൾ തീരുമാനിക്കാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരും. അപ്രതീക്ഷിതമായാണ് കെ ശൈലജയെ മന്ത്രിമാരുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്. പിണറായി വിജയന് പുറമെ കേന്ദ്ര കമ്മിറ്റി അംഗം MV ഗോവിന്ദനാണ് മന്ത്രിസഭയിലെ മുതിർന്ന അംഗം. മുൻപ് സ്പീക്കറും മന്ത്രിയുമായിരുന്ന K രാധാകൃഷ്ണന്റെ അനുഭവ പരിചയം മന്ത്രിസഭയ്ക്ക് മുതൽക്കൂട്ടാകുമെന്നാണ് CPIM-ന്റെ വിലയിരുത്തൽ. തലമുറ മാറ്റത്തിന്റെ തുടക്കമായാണ് സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KN ബാലഗോപാലിന്റെയും P രാജീവിന്റെയും മന്ത്രിസ്ഥാനങ്ങൾ. പുതിയ ആളുകൾ നല്ല കഴിവുള്ളവർ ധാരാളം ഉള്ളതുകൊണ്ട് അവർക്ക് അവസരം ലഭിക്കുക എന്ന ഒരു നയത്തെ അടിസ്ഥാനപ്പെടുത്തി വെച്ചത്. കെ ശൈലജയെ മാറ്റി നിർത്തിയെങ്കിലും വീണ ജോർജും പ്രൊഫസർ R ബിന്ദുവും മന്ത്രിസഭയിലെ CPIM-ന്റെ വനിതാ പ്രാതിനിധ്യമായി. മുൻ മാധ്യമപ്രവർത്തകയാണ് വീണ ജോർജെങ്കിൽ അധ്യാപികയാണ് R ബിന്ദു. തൃശൂർ കോർപ്പറേഷൻ മേയറായിരുന്ന ബിന്ദു LDF കൺവീനർ A വിജയരാഘവന്റെ ഭാര്യയാണ്. CPI-യുടെ J ചിഞ്ചുറാണി കൂടിയാകുമ്പോൾ മന്ത്രിമാരുടെ എണ്ണം 3 വർദ്ധിച്ചു. നേമത്തെ BJP കോട്ട തകർത്ത V ശിവൻകുട്ടിക്ക് മന്ത്രിസ്ഥാനം ഉറപ്പായിരുന്നു. DYFI അഖിലേന്ത്യാ പ്രസിഡന്റാണ് മന്ത്രിയായ PA മുഹമ്മദ് റിയാസ്. വിജയിച്ച ഏക ജില്ലാ സെക്രട്ടറി VN വാസവനും രണ്ടാം ഊഴത്തിൽ സജി ചെറിയാനും മന്ത്രിമാരായി. KT ജലീലിന് പകരക്കാരനായാണ് താനൂരിൽ PK ഫിറോസിനെ അട്ടിമറിച്ച V അബ്ദുറഹിമാൻ എത്തുന്നത്. മന്ത്രിയാകുമെന്നതാണ് കരുതിയിരുന്നതെങ്കിലും സ്പീക്കറാകാനാണ് MB രാജേഷിന്റെ നിയോഗം. ചുരുക്കത്തിൽ ഭരണപരിചയത്തിനപ്പുറത്ത് ജനങ്ങൾക്കിടയിലെ പരിചയസമ്പന്നതയാണ് പുതിയ ടീം പിണറായിയുടെ കരുത്ത്. തനേഷ് തമ്പി, 24 തിരുവനന്തപുരം. കെ ശൈലജയെ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയതിൽ CPIM കേന്ദ്ര നേതൃത്വത്തിന് അതൃപ്തി. സംസ്ഥാന കമ്മിറ്റിയിലും ചിലർ ഇക്കാര്യത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചു. മുൻ മന്ത്രിസഭയിലെ ഒരാളെയും ഉൾപ്പെടുത്തേണ്ടെന്നും എല്ലാം പുതുമുഖങ്ങൾ വരട്ടെ എന്നത് പൊതുനിലപാടാണെന്നും പ്രതികരണങ്ങളോട് വിയോജിച്ച് കോടിയേരി ബാലകൃഷ്ണൻ മറുപടി നൽകി. വലിയ ഭൂരിപക്ഷമല്ല മന്ത്രിസ്ഥാനത്തിന് മാനദണ്ഡമെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. CPIM സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് കോടിയേരി ബാലകൃഷ്ണൻ ഉടൻ തിരികെയെത്തും. മഹാമാരിക്കാലത്ത് ലോകശ്രദ്ധ നേടിയ പേരാണ് കെ ശൈലജയുടേത്. ടീച്ചറമ്മ എന്ന വിളിപ്പേരിൽ കേരളവും കെ ശൈലജയെ പിന്തുണച്ചു. പക്ഷേ മന്ത്രിപ്പട്ടിക വന്നപ്പോൾ കെ ശൈലജയില്ല. കഴിഞ്ഞ മന്ത്രിസഭയിലെ ഒരാളെ മാത്രം ഉൾപ്പെടുത്താനാവില്ലെന്നും എല്ലാം പുതുമുഖങ്ങൾ വരട്ടെ എന്നും PBയിൽ നിലപാടറിയിച്ചത് പിണറായി വിജയൻ. സീതാറാം യെച്ചൂരിക്കും ബൃന്ദാക്കാരാട്ടിനും ശൈലജയെ ഉൾപ്പെടുത്താത്തതിൽ അതൃപ്തിയുണ്ടായിരുന്നു. കൂട്ടായ പ്രവർത്തനമാണ് സർക്കാരിൻ്റേതെന്ന് പിണറായി മറുപടി നൽകിയതോടെ എതിർപ്പടങ്ങി. സംസ്ഥാന സമിതിയിൽ MV ജയരാജൻ, P സതീദേവി, CS സുജാത, K അനന്തഗോപൻ, P രാജേന്ദ്രൻ എന്നിവർ കെ ശൈലജയെയും ഉൾപ്പെടുത്തണമെന്ന് വാദിച്ചു. പുതുമുഖങ്ങൾ മതിയെന്നത് പൊതുമാനദണ്ഡമെന്ന് ചർച്ചയിൽ ഇടപെട്ട് കോടിയേരി പറഞ്ഞതോടെ ആ വിഷയം അവസാനിച്ചു. ജയിച്ച ഭൂരിപക്ഷമല്ല മന്ത്രിയാകാൻ മാനദണ്ഡമെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം MV ഗോവിന്ദൻ. ഭൂരിപക്ഷം അതുപോലെ തന്നെ നോക്കിയിട്ടല്ലോ ആളുകളെ തീരുമാനിക്കുക. ജയിക്കുന്ന ഭൂരിപക്ഷത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആളെ മന്ത്രിയാക്കുക എന്നുള്ള നിലപാട് CPIM-നില്ല. കെ ശൈലജയെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കിയത് പാർട്ടിക്ക് പുറത്ത് വിവാദമാവുകയാണ്. പുതുമുഖങ്ങൾ വരട്ടെ എന്നത് പാർട്ടി നിലപാടെന്ന് PK ശ്രീമതി. വ്യക്തി എന്നുള്ളതിലല്ല, വ്യക്തിക്കല്ല പ്രാധാന്യം, മറിച്ച് നയങ്ങൾക്കാണ്. LDFന്റെ നയം ജനങ്ങൾക്ക് സ്വീകാര്യമാണ്. പാർട്ടിയാണ് മന്ത്രിയാക്കിയതെന്നും തീരുമാനം എല്ലാവരും അംഗീകരിക്കണമെന്നും കെ ശൈലജ. മഹാമാരിയെ ആരോഗ്യവകുപ്പ് മന്ത്രി ഒറ്റക്കല്ല നയിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാ വകുപ്പും ചേർന്ന് എല്ലാ മന്ത്രിമാരും ചേർന്നാണ് നയിച്ചത്. അതിൽ ഒരു ആരോഗ്യ പ്രശ്നം എന്നുള്ള നിലയിൽ എൻ്റെ പങ്ക് ഞാൻ നിർവഹിച്ചിട്ടുണ്ട്. പാർട്ടിക്ക് പുറത്ത് പക്ഷേ വിവാദം പുകയുകയാണ്. KR ഗൗരിയമ്മയെയും സുശീല ഗോപാലിനെയും പോലെ ഉയർന്നുവരുന്ന വനിതാ നേതാക്കളെ വെട്ടിനിരത്തുകയാണ് CPIM എന്നതാണ് പ്രധാന ആരോപണം. അതിനിടെ CPIM സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് കോടിയേരി ബാലകൃഷ്ണൻ തിരിച്ചെത്തും. ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉടനുണ്ടാകും. B ദിലീപ് കുമാർ, 24 തിരുവനന്തപുരം. CPIM-നൊപ്പം പുതുമുഖങ്ങളെ മന്ത്രിമാരായി നിശ്ചയിച്ച് CPIയുടെ 4 മന്ത്രിമാരും പുതുമുഖങ്ങളാണ്. K രാജന് റവന്യൂവും P പ്രസാദിന് കൃഷിവകുപ്പുമെന്നാണ് സൂചന. GR അനിലാകും ഭക്ഷ്യമന്ത്രി. വനിതാ സാന്നിധ്യമായി J ചിഞ്ചുറാണിയുമുണ്ട്. CPIക്കുള്ള 4 മന്ത്രിസ്ഥാനങ്ങളിലേക്കും പുതുമുഖങ്ങളാണ്. ഒരു ടേം വ്യവസ്ഥ നടപ്പാക്കിയതിനാൽ E ചന്ദ്രശേഖരനെ ഒഴിവാക്കി. സംഘടനാതലത്തിൽ പ്രവർത്തന പരിചയവും അനുഭവസമ്പത്തുമുള്ള P പ്രസാദ്, K രാജൻ, ചിഞ്ചുറാണി, GR അനിൽ എന്നിവരാണ് മന്ത്രിമാർ. മുൻ ചീഫ് വിപ്പാണ് K രാജൻ. പിളർപ്പിന് ശേഷം ഇതാദ്യമായാണ് CPI ഒരു വനിതയെ മന്ത്രിയാക്കുന്നത്. ചിറ്റയം ഗോപകുമാറാണ് ഡെപ്യൂട്ടി സ്പീക്കർ. E ചന്ദ്രശേഖരൻ നിയമസഭാ കക്ഷി നേതാവും PS സുബാൽ നിയമസഭാ കക്ഷി സെക്രട്ടറിയുമാകും. EK വിജയനാണ് പാർട്ടിയുടെ വിപ്പ്. കേരള കോൺഗ്രസ് എമ്മിൽ നിന്നുള്ള റോഷി അഗസ്റ്റിനും പുതുമുഖമാണ്. ഡോക്ടർ N ജയരാജ് സർക്കാരിൻ്റെ ചീഫ് വിപ്പാകും. രണ്ടാം പിണറായി മന്ത്രിസഭയിലേക്ക് NCPയിൽ നിന്നും AK ശശീന്ദ്രനെ വീണ്ടും മന്ത്രിയാക്കാൻ പാർട്ടി നേതൃയോഗം തീരുമാനിച്ചു.
ടേം വ്യവസ്ഥയിൽ ദേശീയ നേതൃത്വം തീരുമാനമെടുക്കും. തോമസ് കെ തോമസ് നിയമസഭാ കക്ഷി നേതാവാകും. ജനതാദളിൽ നിന്നും കെ കൃഷ്ണൻകുട്ടി വീണ്ടും മന്ത്രിയാകും. ജനാധിപത്യ കേരള കോൺഗ്രസിൽ നിന്നുള്ള ആന്റണി രാജുവാണ് തലസ്ഥാന ജില്ലയിൽ നിന്നുള്ള മറ്റൊരു മന്ത്രി. INL നിന്നും അഹമ്മദ് ദേവർകോവിലായിരിക്കും മന്ത്രിസഭയിലുള്ളത്. 24 തിരുവനന്തപുരം. മന്ത്രിസഭയിലെ വനിതകളുടെ പ്രാതിനിധ്യത്തിൽ റെക്കോർഡാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്. 3 വനിതകളാണ് മന്ത്രിസഭയിൽ ഇടം നേടുന്നത്. ഒന്നാം കേരള മന്ത്രിസഭ മുതൽ പുതുതായി അധികാരമേൽക്കുന്ന മന്ത്രിസഭ വരെയുള്ള ചരിത്രത്തിൽ ഇതാദ്യമായി വനിതാ മന്ത്രിമാരുടെ എണ്ണം 2 അക്കം കടന്നു. 1957 മുതൽ കഴിഞ്ഞ പിണറായി വിജയൻ മന്ത്രിസഭ വരെയുള്ള വനിതാ മന്ത്രിമാരുടെ ആകെ എണ്ണം കേവലം 8-ൽ ഇത്തവണ 3 പേർ കൂടി വരുന്നതോടെ ആകെ എണ്ണം 11 ആകും. ഇരിങ്ങാലക്കുടയിൽ നിന്ന് ജയിച്ച പ്രൊഫസർ ആർ ബിന്ദു, ആറന്മുളയിൽ നിന്ന് ജയിച്ച വീണ ജോർജ്, ചടയമംഗലത്തു നിന്ന് ജയിച്ച ജെ ചിഞ്ചുറാണി എന്നിവരാണ് ഇത്തവണ മന്ത്രിസഭയിലെ വനിതാ നേതാക്കൾ. 1957 ഒന്നാം മന്ത്രിസഭയിൽ അംഗമായിരുന്ന KR ഗൗരിയമ്മ പിന്നീട് 67, 80, 87, 2001, 2004 വർഷങ്ങളിലെ മന്ത്രിസഭകളിൽ അംഗമായി. 1982 കെ കരുണാകരൻ മന്ത്രിസഭയിൽ M കമലം, 91 കെ കരുണാകരൻ ആന്റണി മന്ത്രിസഭകളിൽ MT പത്മ, 96 EK നയനാർ മന്ത്രിസഭയിൽ സുശീല ഗോപാലൻ, 2006 VS സർക്കാരിൽ PK ശ്രീമതി, 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ PK ജയലക്ഷ്മി എന്നിവർ മന്ത്രിമാരായിരുന്നു. ഒന്നാം പിണറായി സർക്കാരിൽ KK ശൈലജ, J മേഴ്സിക്കുട്ടിയമ്മ എന്നിവർ മന്ത്രിമാരായി. 1964 പിളർപ്പിന് ശേഷം J ചിഞ്ചുറാണിയിലൂടെ CPIക്ക് ഇത്തവണ ആദ്യ വനിതാ മന്ത്രിയുമുണ്ടായി. 24 തിരുവനന്തപുരം. ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുകയാണ്. നമസ്കാരം.